So, Microprocessor Lecture series 15th lesson ആണെന്ന് നമ്മൾ ഓൾറെഡി മൈക്രോപ്രോസറിന്റെ സ്ട്രക്ചർ, ഇൻസ്ട്രക്ഷൻ സെറ്റ്, അഡ്രസ്സിംഗ് മോഡ്സ്, പിന്നെ അതിന്റെ കുറച്ച് പ്രോഗ്രാംസ്, സാമ്പിൾ പ്രോഗ്രാംസ്, ബേസിക് ആയിട്ടുള്ള 2-3 പ്രോഗ്രാംസ്, സ്റ്റാക്ക്, ഇത്രയാണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സബ് റൊട്ടീൻ. ഈ സബ് റൊട്ടീൻ മീൻസ് സബ് പ്രോഗ്രാം എന്ന് ഓർത്താൽ മതി. ആക്ച്വലി നമുക്കൊരു മെയിൻ പ്രോഗ്രാമിൽ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ കുറേ തവണ റിപ്പീറ്റ് ചെയ്യുന്ന വിചാരിക്കുക. ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ അല്ല, എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് മെയിൻ പ്രോഗ്രാമിൽ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ അത്രയും ഇൻസ്ട്രക്ഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടേ? അപ്പൊ അത്രയും പ്രോഗ്രാം ലെങ്തി ആയി പോകും. അപ്പൊ അതിലും നല്ലത് എന്താണ്, അതിനെ ഒരു സബ് പ്രോഗ്രാമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് എപ്പോഴാണ് ആ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ടൈമിൽ ആ സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവണം. അപ്പൊ ഇതാണ് സബ് റൊട്ടീന്റെ കോൺസെപ്റ്റ്. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യം അതാണ് പഠിക്കേണ്ടത്. സോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ written separately from the main program to perform a function that occurs repeatedly in the main program. മെയിൻ പ്രോഗ്രാമിൽ വരുന്ന ഒരു ഫംഗ്ഷൻ, അതിനൊരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ വേണം അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ, അത് കുറേ തവണകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണെങ്കിൽ നമുക്ക് അതിന് എന്താണ്, ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആയിട്ട് മെയിൻ പ്രോഗ്രാമിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു സബ് പ്രോഗ്രാം ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് സബ് റൊട്ടീൻ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന 2 ഇൻസ്ട്രക്ഷൻ ആണ് കോൾ ഇൻസ്ട്രക്ഷനും റിട്ടേൺ ഇൻസ്ട്രക്ഷനും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മെയിൻ പ്രോഗ്രാം. ഈ മെയിൻ പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ കുറെ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ പോവാണ്. ഫോർ എക്സാമ്പിൾ ഈ മെയിൻ പ്രോഗ്രാം ഇപ്പൊ 2000H തൊട്ട് ഒരു 2350 വരെയൊക്കെ ഉണ്ടെന്ന് എഴുതുക. 2350H വരെ നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മെമ്മറി ലൊക്കേഷൻ, മെമ്മറി അഡ്രസ് ആണ്. ഇനി ഈ മെയിൻ പ്രോഗ്രാമിന് ഒരു സബ് പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. സബ് പ്രോഗ്രാം നമുക്ക് വേറൊരു മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഫോർ എക്സാമ്പിൾ 2400 തൊട്ട് ഒരു 240F വരെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മളുടെ ഈ സബ് റൊട്ടീൻ എന്ന് പറയുന്നത്. ഇതാണ്, ഇതെന്താണ്, മെയിൻ പ്രോഗ്രാം ആണ്. ഇത് സബ് റൊട്ടീൻ ആണ്. ഇത് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് ആ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേ എന്ത് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കോൾ. എപ്പോഴാണോ ഈ പെർട്ടിക്കുലർ സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ആവേണ്ടത്, റൺ ചെയ്യേണ്ടത്, ആ ടൈമിൽ ഇവിടെ മെയിൻ പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, കോൾ. പിന്നെ എവിടെയാണോ ആ സബ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇവിടെ 2400 അല്ലേ നമ്മുടെ എക്സാമ്പിൾ, ആ ഒരു അഡ്രസ്സ്. അപ്പൊ എവിടെയാണോ സബ് പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന അഡ്രസ്സ്, ആ അഡ്രസ് ലൊക്കേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ എപ്പോഴും ഇത്രയും ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ ചെയ്താൽ മതി. എന്താണ്, കോൾ. ആ പെർട്ടിക്കുലർ സബ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ മാത്രം ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ മൈക്രോപ്രോസസർ എന്താ ചെയ്യുക, മൈക്രോപ്രോസസർ ഇങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വരികയാണ്. അപ്പൊ കോൾ എന്ന് കണ്ടാലേ മൈക്രോപ്രോസസറിന് എന്ത് മനസ്സിലാവും, ഒരു സബ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുണ്ടെന്ന്. മൈക്രോപ്രോസസർ എന്താണ് ഇവിടുത്തെ അഡ്രസ്സിംഗ് ലൊക്കേഷൻ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് നേരെ പോകും. നമ്മൾ ജമ്പ് എന്ന് പറയുന്നില്ലേ, ജമ്പ് ചെയ്ത് പോകും. അപ്പൊ ഒരു അൺകണ്ടീഷണൽ ജമ്പാണ്, പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, നേരെ അങ്ങോട്ടേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് എന്താണ്, ഇത് ഓരോന്നോരോന്ന് എക്സിക്യൂട്ട് ആവും. എന്നിട്ട് ഈ സബ് പ്രോഗ്രാമിന്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് റിട്ടേൺ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അതാണ് RET മീൻസ് എന്താണ്, റിട്ടേൺ. അതിന്റെ മീനിങ് റിട്ടേൺ ടു മെയിൻ പ്രോഗ്രാം എന്നാണ്. അപ്പൊ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു പോകണം. അപ്പൊ ഇതാണ് കോളും റിട്ടേണും. ഈ 2 ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ജമ്പ് ഒക്കെ ചെയ്താൽ പോരെ. ജമ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലൊക്കേഷനിലേക്ക് പോവുകയാണ്, പിന്നെ തിരിച്ചു വരണമെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് വലിയൊരു പ്രോഗ്രാം എഴുതേണ്ടി വരും. അപ്പൊ അതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അപ്പോഴാണ് യൂസ് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു സബ് പ്രോഗ്രാമായിട്ട് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ടൈമിൽ മെയിൻ പ്രോഗ്രാമിൽ കോൾ, ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ കൊടുക്കുക. മൈക്രോപ്രോസസർ നേരെ അങ്ങോട്ട് പോകും, അത് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോൾ റിട്ടേൺ എന്നുള്ള കാണുന്നത്, എല്ലാ സബ് പ്രോഗ്രാമിന്റെയും ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ എപ്പോൾ എക്സിക്യൂട്ട് ആവുന്നോ അപ്പൊ അവർ നേരെ തിരിച്ചു വരും. നേരെ അവർ തിരിച്ചെത്തുന്നത് ഇതിന്റെ തൊട്ടടുത്ത ഇൻസ്ട്രക്ഷനിലേക്കാണ്. ഓക്കെ, നമ്മൾ കോൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇൻസ്ട്രക്ഷൻ, നെക്സ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവില്ലേ, അതല്ലേ ഇനി അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നേരെ തിരിച്ചു വരുന്നത് എന്താണ്, ആ ഇൻസ്ട്രക്ഷനിലേക്കാണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്കാണ്. അതിന്റെ മെമ്മറി ലൊക്കേഷൻ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഞാനോട് എക്സ്ട്രാ പറയാം. നമുക്ക് ഈ കോൾ 2400 എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നു. മൈക്രോപ്രോസസറില് മെമ്മറിയിൽ അത് സ്റ്റോർ ആവുന്നത് ബൈനറി ആയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ ഹെക്സാഡെസിമൽ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിനാണ് മെഷീൻ കോഡ് എന്നൊക്കെ പറയും.
ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ടൊരു മെഷീൻ കോഡ് ഉണ്ടാവും. ആ മെഷീൻ കോഡ് ഹെക്സാഡെസിമൽ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെമ്മറിയിൽ ആക്ച്വലി ഏറ്റവും ലാസ്റ്റ് ഇത് ബൈനറി ആയിട്ടായിരിക്കും. പക്ഷെ നമുക്ക് ബൈനറി ആയിട്ട് എല്ലാ മെഷീൻ കോഡും ഒരാൾക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഹെക്സാഡെസിമൽ കോഡായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനും ഒരു മെഷീൻ കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓപ്പ് കോഡ് ഉണ്ടാവും. ആ മെഷീൻ കോഡ് എത്ര ബൈറ്റ് ആണോ അതിന് കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ വേണം ഈ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ. ഇപ്പോൾ എല്ലാ മെയിൻ പ്രോഗ്രാമും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? മെമ്മറിയിലാണ്. ഇപ്പൊ മെമ്മറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് ആണോ ഉള്ളത് അത്രയും മെമ്മറി ലൊക്കേഷൻ വേണം ആ ഇൻസ്ട്രക്ഷൻ മെമ്മറിയിൽ സ്റ്റോർ ആവാൻ. ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം മെമ്മറിയിൽ ഇരിക്കുകയാണ്. ആ മെമ്മറിയിൽ നിന്ന് ഓരോ ഇൻസ്ട്രക്ഷനെ ആയിട്ട് ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ ഡീകോഡ് ചെയ്യുമ്പോഴാണ് മൈക്രോപ്രോസസറിന് മനസ്സിലാവുന്നത് എന്താണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ലിങ്ക് ചെയ്യും കേട്ടോ. ഇപ്പൊ ഞാൻ ഇത്രയും പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നമ്മളുടെ പ്രോഗ്രാംസ് എല്ലാം എവിടെയുണ്ട്? മെമ്മറിയിലുണ്ട്. മെമ്മറിയിൽ നിന്ന് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് ഓരോ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ ഈ മെമ്മറിയിൽ പ്രോഗ്രാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താണ്? ബൈനറി ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കോഡ്, ഓരോ ഇൻസ്ട്രക്ഷനും ഒരു ഹെക്സാഡെസിമൽ കോഡ് ഉണ്ടാവും. ആ കോഡിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുക. അപ്പൊ നമ്മൾ ഒരു മെമ്മറി ലൊക്കേഷനിൽ 1 ബൈറ്റേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ഇൻസ്ട്രക്ഷനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് ഉണ്ടോ അത്രയും വേണം ഇവിടെ സ്റ്റോർ ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കോൾ ഇൻസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ കോളിന്റെ കറസ്പോണ്ടിങ് മെമ്മറി കോഡാണ് CD. ഓക്കെ, CD എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു 4 ബിറ്റ് ആണ്. 4 ബിറ്റ് ടോട്ടലി എന്താണ്? 8 ബിറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 1 ബൈറ്റ്. അപ്പൊ ഇത് സ്റ്റോർ ചെയ്യാൻ തന്നെ എന്ത് വേണം? 1 ബൈറ്റ്. ഇപ്പൊ കോൾ തന്നെ ആയുള്ളൂ. ഇനി അവിടുത്തെ ഒരു എന്ത് വരും? മെമ്മറി ലൊക്കേഷൻ കൂടെ ഇൻസ്ട്രക്ഷൻ വരും. കോൾ തന്നെ ആയുള്ളൂ, ബാക്കി എന്താണ്? മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. മെമ്മറി ലൊക്കേഷൻ എന്താണ്? 2400 എന്നാണ്. 2400 എന്ന് വെച്ചാൽ ഹെക്സിൽ എത്രയാണ്? ഇത് 16 ബിറ്റ് ആണ്. ഇതൊരു 1 ബൈറ്റ് ആണ്, ഇതൊരു 1 ബൈറ്റ് ആണ്. അപ്പൊ ഇത് സ്റ്റോർ ചെയ്യാൻ എത്ര ലൊക്കേഷൻ വേണം? 2 ലൊക്കേഷൻ വേണം. അപ്പൊ ഇത് ഹയർ ബൈറ്റ് ആണ്, സോ ഹയസ്റ്റ് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ആവും. ഇത് ലോവർ ബൈറ്റ് ആണ്, ലോവസ്റ്റ് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ആവും. സോ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ഇതൊരു 2340 ആണെന്ന് വിചാരിക്കാം. ഈ കോൾ ഇൻസ്ട്രക്ഷൻ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷൻ എന്താണ്? 2340 ആണ്. അപ്പൊ 2340 ആണെങ്കിൽ 2340 എന്നുള്ള നമ്മുടെ മെമ്മറി ലൊക്കേഷനിൽ മെമ്മറിയിൽ 2340 എന്നുള്ള ലൊക്കേഷനിൽ എന്താണ്? ഇതിന്റെ ഫസ്റ്റ് ബൈറ്റ് സ്റ്റോർ ആവും. ഫസ്റ്റ് ബൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് കോളിന്റെ കറസ്പോണ്ടിങ് മെമ്മറി കോഡ്, ബൈനറി കോഡ്, മെഷീൻ കോഡ്. കോളിന്റെ കറസ്പോണ്ടിങ് മെഷീൻ കോഡ് എന്താണ്? 2400 CD എന്ന് സ്റ്റോർ ആവും. അടുത്ത എന്താണ്? 2341 2342 എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇനിയുള്ള എന്താണ്? മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യണം. 2400 സ്റ്റോർ ചെയ്യണം. 24 എന്ന് വെച്ചാൽ എന്താണ്? അതിന്റെ ഹയസ്റ്റ് ബൈറ്റ് ആണ്, ഇത് ലോവസ്റ്റ് ബൈറ്റ് ആണ്. ഹയസ്റ്റ് ബൈറ്റ് ഹയസ്റ്റ് ലൊക്കേഷനിലായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ 24ഉം ഇവിടെ 00. അപ്പൊ ഇത്രയും ഏരിയ വേണം നമുക്ക് ആ സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ. മനസ്സിലായോ? 2340, 2341, 2342 ഇങ്ങനെ 3 മെമ്മറി ലൊക്കേഷനിലായിട്ടാണ് ഈ കോൾ 2400 എന്നുള്ളൊരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്? 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ കോൾ ഇൻസ്ട്രക്ഷൻ. മൊത്തത്തിൽ ഇത് 3 ബൈറ്റ് ഇല്ലേ? ഒക്കെ ഇത് ക്ലിയർ അല്ലേ? അപ്പോ ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എവിടെയായിരിക്കും സ്റ്റോർ ആവുക? 2343 ഓക്കെ, അടുത്ത 2343 നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയില്ലേ? ഞാൻ ഇത് 2343 നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഓരോ ഇൻസ്ട്രക്ഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെഷീൻ കോഡ് ഉണ്ട്. ആ മെഷീൻ കോഡ് എത്ര ബൈറ്റ് ആണോ അത്രയും മെമ്മറി ലൊക്കേഷൻ വേണം മെമ്മറിയിൽ ഈ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ കോൾ എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻ 3 ബൈറ്റ് ആണ്. സോ 2340, 2341, 2342 ഈ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ആവുക. ഇനി അടുത്ത 2343 നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? ഇവിടെ കോൾ 2400 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മൈക്രോപ്രോസസർ എന്താണ് ചെയ്യുക? ഇവിടുന്ന് നേരെ 2400 സബ് പ്രോഗ്രാം കോൾ ചെയ്യും. സബ് പ്രോഗ്രാം കോൾ ചെയ്തിട്ട് ആ പ്രോഗ്രാമിന്റെ ഏറ്റവും ലാസ്റ്റ് റിട്ടേൺ എന്നുള്ളൊരു അഡ്രസ് ആയിരിക്കും, റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. റിട്ടേൺ എന്ന് കാണുമ്പോൾ നേരെ തിരിച്ചെന്താണ്? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് വരും. ദാറ്റ് ഈസ് 2343 വരിക.
ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത് എങ്ങനെയാണ് മൈക്രോപ്രോസസർ റിട്ടേൺ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലേക്ക് നേരെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് മൈക്രോപ്രോസസറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമല്ലേ ചെയ്യുള്ളൂ. അവർക്ക് ഓർത്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ 2340 അടുത്ത ഇതിലേക്ക് പോകണം എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മൈക്രോപ്രോസസർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ 2340 to 2342 ആണ് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോകണം, എന്നിട്ട് തിരിച്ചു വരേണ്ട എവിടെയാണ് ഈ 2343 എന്നുള്ള ലൊക്കേഷനിലേക്കാണ് തിരിച്ചു വരേണ്ടത്. അപ്പോൾ ഇവര് ഈ 2343 എന്നുള്ള ഇവർ ഓർത്തിരിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്നു, ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു മാർക്കറൊക്കെ വെക്കില്ലേ? ഇപ്പൊ 20ാമത്തെ പേജ് ആയെങ്കിൽ നമ്മൾ 20th പേജിന്റെ അവിടെ ഇങ്ങനെ ഒരു മാർക്ക് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ അടുത്ത ദിവസം പേജ് വായിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇൻ കേസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്റലിജൻസ് വെച്ചിട്ട് മനസ്സിലാവും എവിടെയാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. ബട്ട് മൈക്രോപ്രോസസർ അങ്ങനെ ഓർത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. മൈക്രോപ്രോസസറിന് നമ്മൾ പറയുന്ന കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് അടുത്ത ലൊക്കേഷൻ 2343 ആണെന്ന് അവർക്ക് ഓർത്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ 2343 ആണെന്ന ലൊക്കേഷൻ എവിടെയെങ്കിലും ഒന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. പക്ഷെ അടുത്ത ലൊക്കേഷൻ ഇതാണ്, അടുത്ത ഈ ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നിട്ട് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് വീണ്ടും തിരിച്ചെടുത്ത് റീഡ് ചെയ്ത് നോക്കണം എവിടെയാണ് ലൊക്കേഷൻ എന്ന്. അപ്പൊ ഇങ്ങനെ ഒരിടത്ത് ടെമ്പററി ആയിട്ട് കുറച്ചു നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു, കുറച്ചു നേരം കഴിയുമ്പോൾ അത് വീണ്ടും റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്താണ് ചെയ്യാന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെമ്മറി ലൊക്കേഷൻ എവിടെയാണ് ഉണ്ടാവുക? അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ മെമ്മറി ലൊക്കേഷൻ നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക? അതിനുവേണ്ടി നമ്മൾ രജിസ്റ്റർ പഠിച്ചിട്ടുണ്ടെന്നാണ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൽ എന്തായിരിക്കും ഉണ്ടാവുക? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ട്. ഏത് ഇൻസ്ട്രക്ഷൻ ആണോ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിന്റെ മെമ്മറി ലൊക്കേഷൻ പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രോഗ്രാം കൗണ്ടറിലുണ്ട് അടുത്ത 2343 ആണെന്നുള്ളത്. ആ സംഭവം നമുക്ക് തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം ഇത് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ വീണ്ടും ചേഞ്ച് ആവും. ഈ അഡ്രസ് ലൊക്കേഷനൊക്കെ ആവും. ഇവിടെയുള്ള അഡ്രസ് ലൊക്കേഷനൊക്കെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ. അപ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് മൈക്രോപ്രോസസറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ മൈക്രോപ്രോസസർ എന്ത് ചെയ്യും? ഈ 2343 എന്നുള്ളൊരു കണ്ടന്റ്, ദാറ്റ് ഈസ് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ടെമ്പററി ആയിട്ടൊരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ഇവിടെ റിട്ടേൺ കാണുമ്പോൾ എന്തായിരിക്കും? ഇത് വീണ്ടും ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്റ്റാക്ക്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിലെ ഡേറ്റ എന്ത് ചെയ്യും? സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് എന്താണ് ചെയ്യുക? അവിടെ നിന്ന് നേരെ ഈ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും സ്റ്റാക്കിലെ ഡേറ്റ പ്രോഗ്രാം കൗണ്ടറിലേക്ക് കൊണ്ടുവരും. നമ്മൾ ഈ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 200 എന്നുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ എന്തായിരിക്കും? തൊട്ടടുത്ത ലൊക്കേഷൻ 2001 ആയിരിക്കും ഉണ്ടാവുക. ഇനി അടുത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ തൊട്ടടുത്ത ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷനും ഫെച്ച് ചെയ്യുന്നതനുസരിച്ച് പ്രോഗ്രാം കൗണ്ടർ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ സ്റ്റാക്ക് പോയിന്റർ നമ്മൾ ഇൻക്രിമെന്റും ഡിക്രിമെന്റ് ആവും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ പ്രോഗ്രാം കൗണ്ടർ ഇങ്ങനെ ഇൻക്രിമെന്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഈ 2340 ഫെച്ച് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ ഇപ്പോൾ ഉള്ള എന്താണ്? 2343 ആണ്. സോ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പ്രോഗ്രാം കൗണ്ടറിലുള്ളത് 2343 ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ എന്ത് ചെയ്യണം? ഈ സബ് പ്രോഗ്രാമിലേക്ക് പോകണം. അപ്പൊ ഈ സബ് പ്രോഗ്രാമിലേക്ക് പോകണമെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ പെട്ടെന്ന് എന്താവണം? 2400 എന്നാവും. പ്രോഗ്രാം കൗണ്ടർ എങ്ങോട്ടാണോ പോകേണ്ടത് ആ പെട്ടെന്ന് പ്രോഗ്രാം കൗണ്ടറിൽ മാറും. അപ്പൊ ഇവിടെയുള്ള ഈ 2343 ആണല്ലോ, ഇതങ്ങ് ലോസ് ആയി പോയില്ലേ. പിന്നെ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ്? 2400 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ 2401 ആയിരിക്കും. ഇതിങ്ങനെ പോകും. അപ്പൊ ഇവിടെയുള്ള ഈ സംഭവം പോയില്ലേ, അത് പോകാതിരിക്കാൻ വേണ്ടി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മൈക്രോപ്രോസസർ എന്ത് ചെയ്യും? ഈ 2343 എന്നുള്ളൊരു ഡേറ്റ സ്റ്റാക്ക് പോയിന്ററിൽ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞ അതേ സ്റ്റെപ്പ് വരിക കേട്ടോ. സ്റ്റാക്ക് പോയിന്റർ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ നമുക്ക് പ്രോഗ്രാമിൽ കോൾ ഇൻസ്ട്രക്ഷൻ ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാമിൽ സ്റ്റാക്ക് പോയിന്ററും ഇനീഷ്യലൈസ് ചെയ്ത് വെക്കേണ്ടി വരും. അത് നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. സ്റ്റാക്ക് പോയിന്റർ നമുക്ക് അവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. അപ്പൊ സ്റ്റാക്ക് പോയിന്റർ നമ്മൾ ഓൾറെഡി ഏതെങ്കിലും XX എന്ന ലൊക്കേഷനിലേക്ക് സ്റ്റാക്ക് പോയിന്റർ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? മൈക്രോപ്രോസസർ തന്നെ ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റാക്ക് പോയിന്ററിലേക്ക് പുഷും പോപ്പും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മൈക്രോപ്രോസസർ എല്ലാം ഓട്ടോമാറ്റിക്കലി ചെയ്യും. മൈക്രോപ്രോസസർ എന്താ ചെയ്യുക? ഈ പ്രോഗ്രാം കൗണ്ടറിലെ ഡേറ്റ നേരെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ഇനി ഈ ഡേറ്റ പോയാലും കുഴപ്പമില്ല. ഇനി അവരെന്ത് ചെയ്യും? ഈ സബ് റൊട്ടീനെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ ഈ പ്രോഗ്രാം കൗണ്ടറിലെ ഡേറ്റ ഇതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്തി 240F എത്തി. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിൽ എന്താണ്?
240F കഴിഞ്ഞുള്ളൊരു അഡ്രസ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അപ്പൊ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്കൊന്നും ഇല്ലെങ്കിൽ തന്നെയും ആ ലൊക്കേഷൻ, അടുത്ത ലൊക്കേഷൻ എന്താണ് അതാണ് പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുക. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, നേരെ തിരിച്ച് 2343 പോകണം. പ്രോഗ്രാം കൗണ്ടറിലെ ഡേറ്റ ഇപ്പോഴുള്ളത് മാറ്റി 2343 ആക്കണ്ടേ? ആ ടൈമിൽ അവരെന്ത് ചെയ്യും, ഈ സ്റ്റാക്കിലുള്ള ഡേറ്റ വീണ്ടും ഇങ്ങോട്ടേക്ക് റിട്രീവ് ചെയ്ത് ഇവിടേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് പോകും. പ്രോഗ്രാം കൗണ്ടറിൽ ഇപ്പോൾ 2343 ആകുമ്പോൾ മൈക്രോപ്രോസസർ എപ്പോഴും പ്രോഗ്രാം കൗണ്ടറിൽ നോക്കിയിട്ടാണ് ഇൻസ്ട്രക്ഷൻ എടുക്കുക. മൈക്രോപ്രോസസർ പ്രോഗ്രാം കൗണ്ടറിൽ നോക്കുമ്പോൾ അടുത്ത ഏതാണ് 2343 ആണ്. അപ്പോൾ ഉടനെ അവർ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പൊ മൈക്രോപ്രോസസർ ഇത്രേ അറിയുള്ളൂ. മൈക്രോപ്രോസസർ എന്താണ് അറിയാവുന്നത്, പ്രോഗ്രാം കൗണ്ടറിൽ അടുത്ത ഏത് മെമ്മറി ലൊക്കേഷൻ ഉണ്ടോ അവർ ആ മെമ്മറി ലൊക്കേഷനിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടാണ് ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിലെ ഡ്യൂട്ടി ആണെന്ത്, അതിൽ കറക്റ്റ് ആയിട്ട് മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പൊ അവര് സാധാരണ ഒരു നോർമൽ കേസ് ആണെങ്കിൽ അടുത്തടുത്ത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെന്റ് ആവും. ഇപ്പൊ 2001, 2002 ഇങ്ങനെ 1 ഇൻക്രിമെന്റ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇവിടെ എന്താണ്, കോൾ എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരുമ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പൊ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് ഒരിടത്ത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യണം. അപ്പൊ നമ്മൾ സ്റ്റാക്കിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കോൾ ഇൻസ്ട്രക്ഷൻ എന്താണ്, മെയിൻ പ്രോഗ്രാമിന് ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇറ്റ്സ് എ 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സബ് റൂട്ടീൻ കോൾ ചെയ്യുന്നതിന് മുമ്പ് പ്രോഗ്രാം കൗണ്ടറിന്റെ കണ്ടന്റിനെ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, ദെൻ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു, ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നു. റിട്ടേൺ എന്നുള്ള ഇൻസ്ട്രക്ഷൻ മെയിൻ പ്രോഗ്രാം, നമ്മുടെ സബ് പ്രോഗ്രാമിൽ റിട്ടേൺ എന്ന് കണ്ടാൽ എന്താ മൈക്രോപ്രോസസർ മനസ്സിലാവുന്നത്, റിട്ടേൺ ടു നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് റിട്ടേൺ ചെയ്യണം, മെയിൻ പ്രോഗ്രാമിലേക്ക്. അപ്പൊ റിട്ടേൺ എന്നുള്ളൊരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ സമയത്ത് എന്ത് ചെയ്യും, സ്റ്റാക്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച ഡേറ്റ വീണ്ടും റിട്രീവ് ചെയ്ത് പ്രോഗ്രാം കൗണ്ടറിലേക്ക് സ്റ്റോർ ചെയ്യും, ദെൻ എന്താണ് അങ്ങോട്ടേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.